ഞാൻ വലുതായിട്ടൊന്നും, അതെന്ന് വെച്ചാൽ വലുതായിട്ടല്ല, തീരെ കാലുറപ്പിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം, 1984. അപ്പോൾ ഈ ഏതാനും ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ജീവിക്കാനെന്നുള്ള ഒരു സംഭവമായിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി. ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടില്ലല്ലോ പ്രണയിക്കുന്നത്, പ്രണയിച്ചു പോവുകയാണല്ലോ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ നിർബന്ധിതനായ ഒരു ഘട്ടം. അങ്ങനെ ആ സമയത്ത് ഇന്നസെന്റ്, ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന രണ്ടാളുകൾ ഒരു കഥ, ഒരു നുണക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാനൊരു സഹായിയായിട്ട് കൂടെ നിന്നിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തരാനായിട്ട് അവരുടെ കയ്യിൽ, രണ്ടുപേരുടെ കയ്യിലും ഒരു പൈസയും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇന്നസെന്റിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ്. കല്യാണോ? ഇത്ര പെട്ടെന്നോ? ഇത് നമ്മളിതൊന്നും ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞങ്ങനെ ആഘോഷമൊന്നുമില്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള കല്യാണമാണ്, അപ്പോൾ ആരെയും ക്ഷണിക്കുന്നില്ല, എല്ലാവരോടും വിവരം പറയും, അങ്ങനെ ഉള്ളൊരു ചെറിയ പരിപാടിയാകുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു വൈകുന്നേരമാണ് പോകുന്നത്, വൈകുന്നേരത്തെ ട്രെയിനിന് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വരുമ്പോൾ പുള്ളി എൻ്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇത് എവിടെ നിന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിൻ്റെ വള, ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാണ്, നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, 400 രൂപ കുറച്ച് വിലയൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഉടുക്കാനുള്ള സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ കല്യാണമാണ്. അപ്പം എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ വീട്ടിൽ അവിടെ ഒരാളെ വിളിച്ചു പറയുകയും ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവരെയൊക്കെ വിവരം പറയുകയും ചെയ്തു. ആരും വരണ്ട, വരാതിരിക്കാനാണ് ക്ഷണിക്കുന്നതെന്നുള്ള മട്ടിലായിപ്പോയി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, രജിസ്റ്റർ ഓഫീസൊക്കെ ഇരിക്കട്ടെ, അവരുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിൻ്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിൻ്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി.